മുഖ്യമന്ത്രി പിണറായി വിജയനും PR വിവാദവുമാണ് മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴത്തെ ചർച്ച. മുഖ്യമന്ത്രിക്കെതിരെ നിരവധി ചോദ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ടിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഇരു രാഷ്ട്രീയ പാർട്ടികളും അതായത് BJPയും കോൺഗ്രസും ഒരുപോലെ ഈ അവസരത്തിൽ മുഖ്യമന്ത്രിയെയും ഇടത് സർക്കാരിനെയും രൂക്ഷമായി വിമർശിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. മുഖ്യമന്ത്രി കള്ളം പറയുകയാണ് എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് K സുധാകരനും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും രംഗത്ത് വരികയുണ്ടായി. കള്ളം പറയാൻ മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വായ തുറക്കുന്നത് എന്നാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ MP കുറ്റപ്പെടുത്തിയത്. മഹാരഥന്മാരായ മുഖ്യമന്ത്രിമാരിരുന്ന കസേരയിലാണ് താൻ ഇരിക്കുന്നതെന്നും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്നും പിണറായി വിജയൻ മറക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവാദമായ PR ഏജൻസി, തൃശൂർ പൂരം, ADGP തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം മുഖ്യമന്ത്രി പച്ചക്കള്ളങ്ങളാണ് പത്രസമ്മേളനത്തിൽ തട്ടിവിടുന്നതെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. BJPയുടെ അജണ്ട നടപ്പാക്കുന്ന വിഷയങ്ങളാണ് ഇവയെല്ലാം. അഭിമുഖത്തിലെ വിവാദ പരാമർശം PR ഏജൻസികൾ എഴുതി നൽകിയതാണെന്ന് ദ ഹിന്ദു പത്രം വിശദീകരിക്കുകയും ഏജൻസികൾ നിർദ്ദേശിച്ച പ്രകാരം അഭിമുഖം തയ്യാറാക്കുകയും ചെയ്തിട്ട് അത് അപ്പാടെ നിഷേധിക്കുകയാണെന്നും K സുധാകരൻ പറഞ്ഞു. PR ഏജൻസി അവിടെ ഇല്ലായിരുന്നു എന്ന പച്ചക്കള്ളവും മുഖ്യമന്ത്രി ആവർത്തിക്കുന്നുവെന്നും സുധാകരൻ കുറ്റപ്പെടുത്തിയിരുന്നു. ADGPയുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി DGP നൽകിയ റിപ്പോർട്ട് ഒക്കത്ത് വെച്ചുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് നൽകാൻ വീണ്ടും DGPയെ ചുമതലപ്പെടുത്തിയത്, അതിനു പുറമെ പൂരം കലക്കൽ അട്ടിമറിയിലെ ഗൂഢാലോചനയിൽ ക്രൈംബ്രാഞ്ച് ADGPയും രഹസ്യാന്വേഷണ വിഭാഗവും മേധാവിയും അന്വേഷണം നടത്തുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം വെറും പ്രഹസനമാണ്. CPI തലകുത്തി നിന്നാൽ പോലും DGP ഒരു ചുക്കും ചെയ്യാനില്ലെന്ന് പിണറായി വിജയൻ ആവർത്തിക്കുകയും ചെയ്തു. CPI സെക്രട്ടറി ബിനോയ് വിശ്വം കാശിക്ക് പോകുന്നതാണ് നല്ലതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. BJPയുമായുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓരോ നിലപാടും. അവരുടെ അജണ്ടകളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കൊണ്ടുവരുന്നത്. BJPയുടെ PR ഏജൻസിയെ തന്നെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് നിയോഗിച്ചത് ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ്. ദേശീയ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖവും പ്രസ്താവനകളും തുടർച്ചയായി നൽകാൻ ഇതേ ഏജൻസിയെയാണ് നിയോഗിച്ചത്. മതേതര കേരളത്തിന്റെ കടക്കിൽ കത്തിവെക്കുന്ന മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രവർത്തനം നിയന്ത്രിക്കാൻ CPM കേന്ദ്ര നേതൃയോഗം ഇടപെടണമെന്നും K സുധാകരൻ ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം PR ഏജൻസി നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിനു മുൻപിൽ പച്ചക്കള്ളം പറഞ്ഞ് മുഖ്യമന്ത്രി അപഹാസ്യനായെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പറയുന്നത്. ഒരു കള്ളം മറയ്ക്കാൻ 100 കള്ളം പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. എത്ര ലാഘവത്തോടെയാണ് ദേവകുമാറിന്റെ മകൻ അഭിമുഖത്തിന് അഭ്യർത്ഥിച്ചപ്പോൾ താൻ സമ്മതിച്ചുവെന്ന് മുഖ്യമന്ത്രി പറയുന്നത്. അഭിമുഖം നടത്തുന്ന മാധ്യമ പ്രവർത്തകയെ കൂടാതെ മറ്റൊരാൾ റൂമിലിരിക്കുന്നത് മുഖ്യമന്ത്രി അറിയാതെയാണെന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കില്ലെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. കൃത്യമായി PR ഏജൻസി ആസൂത്രണം ചെയ്ത അഭിമുഖമായിരുന്നു അതെന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ കൂടെയാണ് PR അംഗങ്ങൾ അഭിമുഖ ഹാളിലേക്ക് പോയതെന്നും മറ്റ് ദേശീയ മാധ്യമങ്ങളെയും ഇവർ ബന്ധപ്പെട്ടിരുന്നുവെന്നും വ്യക്തമാണ്. മുൻപും വിദേശത്ത് വെച്ച് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഇതേ PR ഏജൻസികൾ നടത്തിയിരുന്നു. PR ഏജൻസികൾക്ക് ആരാണ് പണം നൽകുന്നതെന്നാണ് ഇനി അറിയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കരൻ പറഞ്ഞത് ആരെങ്കിലും ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയി കൊടുത്താലും അതിൽ ഒപ്പിടുന്നയാളാണ് മുഖ്യമന്ത്രി എന്നാണ്. അത് ശരിവെക്കും വിധത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്നത് എന്നിങ്ങനെയുള്ള അതിരൂക്ഷമായ വിമർശനങ്ങളും K സുരേന്ദ്രൻ ഉന്നയിച്ചു. സ്വർണ്ണക്കടത്തും ദേശവിരുദ്ധ പ്രവർത്തനവും പോലെയുള്ള ഗൗരവതരമായ വിഷയങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണ്. മതമൗലിക ശക്തികളെ ഭയന്നാണ് മുഖ്യമന്ത്രിക്ക് നിലപാട് മാറ്റേണ്ടി വന്നത്. ഒരു ജില്ലയുടെ പേര് പറയാൻ പോലും നട്ടലില്ലാത്തയാളാണ് ഇരട്ടച്ചങ്കനെന്ന് വിളിക്കുന്നതെന്നാണ് വിരോധാഭാസം. മുഖ്യമന്ത്രി രാജിവെച്ച് ജനങ്ങളോട് നീതി പുലർത്തണമെന്നും K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. എന്തായാലും നിലവിലത്തെ വിവാദങ്ങളെ എല്ലാം രാഷ്ട്രീയ ആയുധമാക്കി മുഖ്യമന്ത്രിക്കെതിരെ പ്രയോഗിക്കാനാണ് പ്രതിപക്ഷവും BJPയും കണക്കുകൂട്ടുന്നത്. ഇനി ഇതിൽ നിന്നും ഏത് രീതിയിൽ രക്ഷപ്പെടുമെന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷ വിമർശനങ്ങളെ എങ്ങനെ മുഖ്യമന്ത്രി പ്രതിരോധിക്കും എന്നത് കണ്ടറിയണം.